കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി തുടരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കൾക്ക് വേണ്ടി പ്രചാരണവും നടക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നിവർക്ക് വേണ്ടിയാണ് സമൂഹ മാധ്യമ ഇടപെടൽ. അതേസമയം മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കത്തിക്കയറുമ്പോഴും രമേശ് ചെന്നിത്തല മൗനം തുടരുകയാണ്. റോഷി ബാലുണ്ട് നമുക്കൊപ്പം. റോഷി, ഗുഡ് മോർണിംഗ്. ഹൈക്കമാൻഡ് നേരിട്ട് വിലക്കുന്നു. കെ മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ പണി വേണ്ട, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന പരോക്ഷമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഈ മൂന്ന് നേതാക്കളും നേതാക്കളുടെ അനുഭാവികളും സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പുറത്തും പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ചിലപ്പോഴൊരു തമ്മിൽത്തല്ലിന്റെ സ്വഭാവത്തിലേക്ക് പോലും മാറുന്നുണ്ട്. വിലക്കിയിട്ടും തുടരുന്ന ഈ ഒരു മുഖ്യമന്ത്രി പോരിനെ എങ്ങനെയാണ് ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത്? ഈ നേതാക്കളുടെ ഉള്ളിലിരിപ്പ് എന്താണ് റോഷി? ഇനിയും വോട്ടെണ്ണാൻ ദിവസങ്ങളുണ്ട്. എന്നാൽ പോലും കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട വടംവലി സജീവമാണ്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടിയുള്ള പ്രചാരണം വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തുടങ്ങിയതാണ്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ. അതിൽ വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലിനും വേണ്ടിയാണ് കൂടുതൽ പ്രചാരണം നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായുള്ളത്. അതിനിടയിൽ കെ.സി. വേണുഗോപാലിനെതിരെ വ്യാപകമായി ഇമെയിൽ സന്ദേശം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അയക്കണമെന്നടക്കമുള്ള സന്ദേശങ്ങളും പ്രചരിച്ചിരുന്നു. അതൊക്കെ ഹൈക്കമാൻഡിന് മുന്നിൽ പരാതിയായി എത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് തർക്കമാകും, പിന്നീട് അത് പൊതുസമൂഹത്തിന് വലിയ മോശമായ രീതിയിൽ വിലയിരുത്തപ്പെടും എന്നൊക്കെ മുന്നറിയിപ്പ് പല പ്രധാനപ്പെട്ട നേതാക്കളും നൽകുന്നുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ സമാന അഭിപ്രായമാണ്. ചർച്ചകൾ ആവശ്യമില്ല. കാരണം മുഖ്യമന്ത്രി ചർച്ചയിൽ ഒരു തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിന്റെ ഭാഗത്താണ്. അപ്പോൾ പൊതുയിടത്തിൽ ഇത്തരം ചർച്ചകൾ നടത്തി വളരെ മോശമായ ഒരു പ്രതിച്ഛായ പാർട്ടിക്ക് ഉണ്ടാക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് പല നേതാക്കളും നൽകിയെങ്കിലും ചർച്ചകൾ ഇപ്പോഴും അതേപോലെ തന്നെ പുരോഗമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയും ഏതാണ്ട് 20 ദിവസത്തോളമുണ്ട് വോട്ടെണ്ണലിന്. വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധി എത്തി അവർ പാർലമെന്ററി പാർട്ടി വിളിച്ചു ചേർത്ത് അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം പിന്നീട് തീരുമാനം പ്രഖ്യാപിക്കുന്നതാണ് പതിവ് കോൺഗ്രസിൻ്റേത്. പക്ഷെ അതിനു മുമ്പ് തന്നെ വി.ഡി. സതീശന് വേണ്ടി മുഹമ്മദ് ഷിയാസ് രംഗത്തെത്തുന്നു. തൊട്ടുപിന്നാലെ അതിനെ എതിർത്ത് ലിജു വരുന്നു. പിന്നീട് പ്രധാനപ്പെട്ട പല നേതാക്കളും അതിനെ തള്ളിക്കൊണ്ട് പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയൊക്കെ കണ്ടു. നേരത്തെ എന്തായാലും ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മുഖ്യമന്ത്രി ആവുന്നത് രമേശ് ചെന്നിത്തലയാണ് നല്ലത് എന്ന അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചത് കെ സുധാകരനായിരുന്നു. പക്ഷേ സുധാകരനെ പിന്തുണയ്ക്കുന്ന ചിലരെങ്കിലും സുധാകരനെ കൈവിട്ട് നേരെ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഭരണം ലഭിച്ചാൽ ആരായിരിക്കും പാർലമെന്ററി പാർട്ടി ലീഡർ എന്നതിനെ ചൊല്ലി തന്നെയാണ് അത് ചർച്ച. ഇപ്പോൾ പോകുന്ന ചർച്ചകൾ അത് അനാരോഗ്യ പ്രവണത ഉണ്ടാക്കും എന്ന വിലയിരുത്തലാണ് എല്ലാവർക്കും ഉള്ളത്. ശരി, റോഷി ബാലാണ് വിവരങ്ങൾ നൽകിയത്.